ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ആദ്യമേ വെള്ളം ഒരുപാടെടുത്ത് ഒഴിക്കരുത് കേട്ടോ, കുറേശ്ശെയായിട്ട് ഒഴിച്ചതിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി അഥവാ വെള്ളം കൂടി പോയാൽ അല്പം പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടത് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ആണ് കേട്ടോ. വെളിച്ചെണ്ണയേക്കാളും നല്ലത് ഇതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൈക്കുള്ളിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇടിച്ചിട്ടായിരുന്നാലും മതി, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും ഈ ഒരു മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാവാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ ചതച്ചതായിരുന്നാലും മതി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള ഒരുപാടങ്ങ് വഴണ്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ സവാള അധികം നേരം അതൊന്ന് വഴറ്റി സോഫ്റ്റാക്കി എടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അംചൂർ പൗഡറാണ്, ഡ്രൈ മാംഗോ പൗഡർ. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ഉരുളക്കിഴങ്ങ്, ചെറുതാണ് കേട്ടോ, അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇതുപോലെ മാഷറോ അല്ലെന്നുണ്ടെങ്കിൽ കിണ്ണം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ച് നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ മസാല ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ അല്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഇതിന് ആലു പൊറോട്ടയ്ക്ക് ഇത് ഉടച്ചെടുക്കാനുള്ളത്. അപ്പോൾ കട്ട കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഫില്ലിങ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി അതില്ല എങ്കിൽ മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അംചൂർ പൗഡറിന് പകരം ഈ ഒരു ടൈമിൽ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് അല്പനേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ, എങ്കിലേ നമുക്കിത് ഫില്ലിങ് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഫില്ലിങ് പെട്ടെന്ന് പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ചൂടോടുകൂടി പരത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് അത് ഫാൻ ചുവട്ടിൽ വെച്ചിട്ടൊന്ന് ഇപ്പോൾ തണുപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു ടൈമിൽ മാവ് ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒന്ന് പരത്തിയെടുക്കാം. വലിപ്പത്തിൽ തന്നെ എടുക്കുക കേട്ടോ മാവ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെച്ച് പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ചതിന് ശേഷം പരത്തുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കവറിങ് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഇത് പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈഡ് നൈസായിട്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അല്പം ഒന്ന് കട്ടിയായിട്ട് വേണം വെക്കാനായിട്ട് ഈ ഒരു ടൈമിൽ. അതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കാനുള്ളത്.
അപ്പോൾ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലാണല്ലോ വെക്കുന്നത്. അതിനുശേഷം അത് ചുരുട്ടിയെടുത്ത് മടക്കി പരത്തുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നടുക്ക് ഭാഗത്ത് കട്ടി കുറഞ്ഞു കഴിഞ്ഞാലും അത് പെട്ടെന്നത് ഫില്ലിങ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈഡെല്ലാം ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക. സെൻറ്ററിൽ അല്പം കട്ടിയായിട്ട് തന്നെ വെക്കുക. ഇനി നമുക്കിതുപോലെ ഒന്ന് സൈഡെല്ലാം പിടിച്ചതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടിയെടുക്കുന്നത് കേട്ടോ, ഇങ്ങനെ കൂട്ടി പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ റൗണ്ടായിട്ട് കിട്ടും. അതിനുശേഷം കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കറക്കി കറക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ഭാഗം അത് കട്ട് ചെയ്തെടുക്കുക. എന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങ് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കരുത് കേട്ടോ, എങ്കിൽ അതിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള മസാലയൊക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെൻറ്റർ നന്നായിട്ട് തന്നെ കവറിങ് കോട്ടിങ് വേണം. ബാക്കിയുള്ളത് മാത്രമേ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടതൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യമേ ഈ ചപ്പാത്തി കോല് വെച്ചതൊന്ന് പരത്തണമെന്നില്ല കേട്ടോ. നമുക്ക് ആ ചപ്പാത്തി പലകയിൽ വെച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുത്താലും മതിയാകും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് എത്ര വലിപ്പത്തിന് വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചിലർക്ക് അതൊരു എക്സ്പീരിയൻസ് കുറവുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം പൊടി വിതറിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി കോല് വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് പരത്തരുത്. നമ്മൾ ബലം ഒരുപാട് കൊടുക്കരുത്. വളരെ നൈസായിട്ട്, അതായത് ബലം കൊടുക്കാതെ വേണം അതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ആദ്യമേ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അല്പം ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്കതിൻ്റെ പുറത്ത് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം. സാധാരണ പൊറോട്ട ആകുമ്പോൾ അതിൽ നമുക്ക് നെയ്യാണ് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ആദ്യമേ നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ അതൊന്ന് തവയിലേക്കൊന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള ഒരു കരിഞ്ഞ സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ലാസ്റ്റിൽ ഇത് എടുക്കാറാവുന്ന ആ ഒരു ടൈമിൽ മാത്രമേ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേകുന്ന ആ ഒരു ടൈമിൽ ശരിക്കും ഒരു കരിഞ്ഞ ഒരു സ്മെല്ലൊക്കെ വരും. അതുകൊണ്ട് ആദ്യമേ നെയ്യ് ഒഴിക്കരുത് കേട്ടോ. രണ്ട് വശവും നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം തേച്ചാലും മതിയാകും. അപ്പം ഞാനിതിവിടെ രണ്ട് വശത്തും ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ, കാരണം ഞാനിത് ഒരു രീതിയിലൂടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മസാലയൊക്കെ വെച്ചിട്ട് അത് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു ഈസി ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തേച്ച് കൊടുത്തത് നെയ്യാണ്. കണ്ടില്ലേ, നെയ്യ് തേക്കുമ്പോൾ തന്നെ തവയിൽ നിന്ന് ഇതുപോലെ പുകയൊക്കെ പെട്ടെന്ന് വരും. അത് നെയ്യ് ആയതുകൊണ്ടാണ് കേട്ടോ. കൂടുതൽ സമയം നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് വേവിക്കുമ്പോഴാണ് ഒരു കരിഞ്ഞ ഒരു സ്മെല്ലൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റിൽ മാത്രം നെയ്യൊന്ന് തേച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മെത്തേഡ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതുപോലെ പലകയിൽ വെച്ച് തന്നെയാണ് പരത്തുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ സൈഡ് ഭാഗമൊക്കെ നൈസാക്കിയിട്ട് സെൻറ്ററിൽ അല്പം കട്ടിക്ക് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് എത്ര വലിപ്പത്തിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ബൗളാണ് എടുക്കേണ്ടത് കേട്ടോ. അതിനുള്ളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന കിണ്ണം ഒട്ടും നനവില്ലാത്തതായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെക്കുന്ന സമയത്ത് അടിഭാഗത്ത് നനവ് പിടിക്കും. പിന്നെ നമുക്കത് പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. എളുപ്പമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം മസാല ഒട്ടും തന്നെ പുറത്തൊന്നും പോകാതെ നമുക്കതിനകത്തേക്ക് തന്നെ ഫില്ല് ചെയ്ത് വെക്കാനാകും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു കിണ്ണത്തിനകത്ത് വെച്ച് തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി അതിൻ്റെ ബാക്കി വന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ പരത്തിയെടുക്കാം.
ഇതും പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊടി വിതറി കൊടുക്കുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നെയ്യോ എണ്ണയോ ചേർത്ത് അത് നന്നായിട്ട് തന്നെ ചുട്ടെടുക്കാം. നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് 3 നേരവും കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പൊറോട്ടയുടെ, അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം ഒന്ന് കണ്ടു നോക്കണേ. പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഈവനിങ് സ്നാക്സിൻ്റെയും ഒക്കെ റെസിപ്പി ഈ ചാനലിലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.